രവി, എന്താ അച്ഛാ? നീ ഇപ്പോൾ തന്നെ എറണാകുളം വരെ ഒന്ന് പോകണം. അഡ്വക്കേറ്റ് വിശ്വനാഥ മേനോൻ ഫോൺ ചെയ്തിരുന്നു. അത്യാവശ്യമായിട്ടൊന്ന് ചെല്ലണമെന്ന്. അത് കേസിന്റെ കാര്യത്തിനാവുമ്പോ അച്ഛൻ തന്നെ പോകുന്നതല്ലേ നല്ലത്? പോരാ, നീ തന്നെ പോകണം. ഫാക്ടറിയുടെ കാര്യത്തിൽ എന്തോ സംസാരിക്കാനാണ്. അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ചിട്ട് കൊച്ചിയിൽ പോയി ചരക്ക് വന്നു എന്ന് അന്വേഷിച്ചിട്ട് നാളെ വന്നാൽ മതി. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോവാം. ഇപ്പോഴെന്താ നിനക്ക് ജോലി? എത്രയും വേഗം ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഡ്രൈവറോട് കാറിറക്കാൻ പറ. ഫാക്ടറി വരെ ഞാനുമുണ്ട്. എനിക്കറിയാമായിരുന്നു നീ ഇന്നിവിടെ വരുമെന്ന്. ഞാൻ പോട്ടെ. ഇത്ര പെട്ടെന്ന് പിന്നെന്തിനാ വന്നത്? പ്രായം തികഞ്ഞ ഒരു പെണ്ണ് അർദ്ധരാത്രി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നു. കുറ്റം എന്റേതാണോ? വന്ന നിലയ്ക്ക് നിരാശയായി നീ തിരിച്ചു പോകരുത്. മുതലാളി, എനിക്ക് പോകണം. പോകാമല്ലോ, ഞാൻ പറഞ്ഞയക്കും. നീ പേടിക്കണ്ട. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. ഇത് മറ്റാരും അറിയാതിരുന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും. മറിച്ചായാൽ എന്നെ അറിയാമല്ലോ. തങ്കമണി, തങ്കമണി, തങ്കമണി. തങ്കമണി, എന്നോട് എന്തിനാ എത്ര ദേഷ്യം? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഗുരുവായൂരപ്പാ, ദേവി മഹാമായി. അല്ല, രവിക്കുഞ്ഞോ? കുഞ്ഞ് എന്നെ അന്വേഷിച്ച് വന്നതായിരിക്കും. അല്ല, ആ തങ്കപ്പൻ ഇതിൽ വന്നോന്നറിയാൻ വന്നതാ. അവൻ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. ഉണ്ടോ? ആ, എന്നാ ഞാൻ കൂടി ചെല്ലട്ടെ. ശരി. മോളെ തങ്കമണി, വാതിൽ തുറക്ക്. തങ്കമണി. ദേവി മഹാമായി. അച്ഛനെ എല്ലാം അറിയാം മോളെ. കൊട്ടാരത്തിലെ ശ്രീദേവി കുഞ്ഞിനെ കൊള്ളാവുന്ന ഒരുത്തിന്റെ കൂടെ അയച്ചിട്ട് വേണം നിന്നെ രവിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. ഞാനും മുതലാളിയും തമ്മിലുള്ള കരാർ അങ്ങനെയാ. നിന്റെ ചെറുപ്പത്തിലെ മുതലാളി എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. അത് നടക്കില്ല. നമ്മൾ പാവങ്ങളാ. ആര് പറഞ്ഞിട്ടേ നമ്മളെ പാവങ്ങളാണെന്ന്? കൊട്ടാരത്തിലെ സ്വത്തിന്റെ നേർപകുതി നിനക്കുള്ളതാ. പിന്നെ ഇതൊക്കെ വെറും വേഷമല്ലേ? വേണ്ട, അച്ഛനത് ആലോചിക്കേണ്ട. എനിക്ക് ശിവേട്ടന്റെ ഭാര്യയാകാൻ കഴിയില്ല. എല്ലാവരോടും പാട്ട ഒഴിയാനാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. ആ ഭീഷണി തൊഴിലാളികളെ ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട്. ജോലി ഇല്ലെങ്കിൽ വേണ്ട, പാട്ടഭൂമിയും കൂടി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുമെന്നാണ് നമ്മുടെ അന്തോണി ചോദിക്കുന്നത്. തൊഴിലാളികളെ പിടിച്ചു നിർത്തണമെങ്കിൽ
നമ്മൾ എന്തെങ്കിലും ചെയ്യണം ശിവ. ഭൂമി ഒഴിയില്ലെന്ന് പറയണം. ജനിക്കുമ്പോൾ ആരും സ്വത്തുമായി ജനിക്കുന്നില്ല. മണ്ണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഭൂമിയിൽ മുതലാളിക്കുള്ള അവകാശം തൊഴിലാളിക്കുമുണ്ടെന്ന് നമ്മൾ തെളിയിക്കണം. ഇവരെന്ത് ചെയ്യണമെന്നാ ശിവൻ പറയുന്നത്? ആരും ഭൂമി ഒഴിഞ്ഞു കൊടുക്കരുത്. ഇനി മുതൽ പാട്ടവും കൊടുക്കരുത്. അയ്യോ, അപ്പൊ പോലീസ് വരില്ലേ? വരും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ എതിർപ്പുകൾ ഉണ്ടായെന്ന് വരും. പക്ഷേ നിയമം നമ്മുടെ കൂടെയായിരിക്കും. പക്ഷേ നമ്മൾ ഈ പറയുന്നത് നാട്ടുകാരെങ്ങനെ ബോധ്യപ്പെടുത്തും? അമ്പലപ്പറമ്പിനടുത്ത് മുതലാളിയുടേതാണെന്ന് പറയുന്ന ഒരു പുറമ്പോക്ക് സ്ഥലമില്ലേ? അവിടെ വാസുവിന് ഒരു കുടിൽ കെട്ടിക്കൊടുക്കണം. അത് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ നാട്ടുകാരുടെ വിശ്വാസം നമുക്ക് എളുപ്പം നേടിയെടുക്കാൻ കഴിയും. എന്നാൽ നമ്മളിനി വൈകിക്കണ്ട. ഓലയും മോളെ ഞങ്ങൾ കൊണ്ടുവരാം. ഇന്ന് രാത്രി തന്നെ കുടിൽ കെട്ടാം. ഏതായാലും ഇപ്പോഴാണ് നമ്മളാരും തനിച്ചല്ലെന്ന് ബോധ്യം വന്നത്. മുതലാളിക്ക് കൂടി ആ തോന്നലുണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഏതായാലും ശിവൻ വന്നിട്ട് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആരാണ് ഈ കുടിൽ കെട്ടിയത്? ചോദിച്ചു കേട്ടില്ലേ ആരാണെന്ന്? ഇത് വാസുവിന്റെ വീടാണ്. പൊളിച്ചു മാറ്റടാ. ഇതൊരാളുടെ വീടാണ്, പൊളിച്ചു മാറ്റാൻ പറ്റില്ല. നീ ആരാത് പറയാൻ? മാറിയിക്ക്. പൊളിച്ചു മാറ്റടാ. വാസുവിന് സംസാരിക്കാൻ കഴിയില്ല. ഞാൻ അയാളുടെ കൂട്ടുകാരനാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പൊളിക്കാൻ വേണ്ടി അല്ല കെട്ടിയത്. പൊളിച്ചു മാറ്റൂ. തൊട്ടുപോരുത്. വേണ്ട. തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവരെ ജീപ്പ് കയറ്റണം. പൊളിച്ചു മാറ്റൂ. കൊണ്ടുപോയി എല്ലാവരും കൂടെ അവനിടിച്ച് കൊല്ലട്ടെ. പോലീസ് വന്നപ്പോ നേതാവ് എവിടെ പോയി? കുടുങ്ങിയത് ആ പാവവും. മറ്റവൻ ബുദ്ധിയുള്ളവനാ. അവൻ നേരത്തെ സ്ഥലം വിട്ടു. അവൻ ഈ നാട് മുടിപ്പിച്ചേ പോകും. കമ്പനിയിൽ നിന്ന് കുറെ എണ്ണത്തിനെ പിരിച്ചു വിടിപ്പിച്ചു. ഒപ്പം പാട്ടൊഴിയെന്നും പറഞ്ഞ് കുറെ എണ്ണത്തിനെ തിരിപ്പിക്കുകയും ചെയ്തു. അല്ല, ഇന്നലെ വന്നവന്റെ പുറകെ കൂടാനാണല്ലോ. ഒറ്റൊരുത്തന ഇതിന് കാരണം. നിങ്ങളുടെ വാക്ക് കേട്ടോണ്ടാ എന്റെ ജമാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. നമുക്ക് ജമാല് വലിയവനാ. ഇനി ഒരക്ഷരം വേണ്ടി പോരുത്. എല്ലാം നമുക്ക് മനസ്സിലായി. സഖാവ് വന്നിരിക്കുന്നു. സഖാവ് തന്നെ ആരണോ നേതാവാക്കിയത്? ഉള്ള കഞ്ഞിയും വെള്ളവും കുടിച്ചു കിടന്ന് ഞങ്ങളെ പട്ടിണിക്കാക്കിയില്ലേ? ഇല്ലേ? എന്തിനാ സംസാരിച്ചിരിക്കുന്ന മമ്മൂട്ടി? ഒടുക്കവൻ ചെയ്യപ്പെട്ടതൊന്ന്. ഇവനെ തല്ലി എന്റെ കൈ പുഴുക്കും. നശിച്ചവൻ. ജമാലുട്ടി കൊണ്ടുവരാൻ നമുക്ക് പോയില്ലേ? ജമാലിന് 100 വയസ്സാ. ദേ വരുന്ന ആള്. എന്റെ മോനെ ആ ചൈത്താന്മാര് വല്ലതും ചെയ്തോ? ഇല്ല പാപ്പ, അവരെന്നെ ഒന്നും ചെയ്തില്ല. സാറ് നമ്മളോട് മാപ്പാക്കണം. അന്ന് വായിത്തോന്നെല്ലാം നമ്മൾ വിളിച്ചു പറഞ്ഞു പോയി. സാരമല്ലോ നമുക്ക്. നാട്ടുകാർക്കൊക്കെ ഇപ്പൊ ഒരു സംശയം. ഈ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ജമാലുട്ടിക്ക് മുതലാളി അറിയാതെ എങ്ങനെ ജാമ്യം കിട്ടി എന്നാണ് ചോദ്യം. ശരിയല്ലേ? ചിലര് പറഞ്ഞത് ഈ സർക്കാരും ശിവസാറും തമ്മിൽ പണ്ട് ഒരു മുറി താമസിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഈ പുല്ലുപോലെ ജാമ്യം കിട്ടിയത്. മുതലാളി, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. പോലീസുകാർ മുതലാളിയോട് ചോദിച്ചിട്ടാണ് അവനെ വിട്ടയച്ചത്. എന്തായാലും പോലീസിന്റെ കയ്യിൽ കിട്ടിയാലൊക്കെ അവരൊന്ന് പെരുമാറി കാണും.
പക്ഷെ ജമാലുട്ടുണ്ടല്ലോ നല്ല അങ്കുറ്റുള്ളവനാ. പോലീസിന്റെ മുമ്പിൽ ഒരു കൂസലും ഇല്ലാണ്ടല്ലേ അവൻ നിന്നത്, സമ്മതിക്കണം. ഈ നാട്ടിൽ ശിവന് താങ്ങും തള്ളും നൽകുന്നത് അവൻ മാത്രമാണ്. ഞാനത് നേരത്തെ മനസ്സിലാക്കിയതാ. സത്യത്തിൽ ആദ്യം പാഠം പഠിപ്പിക്കേണ്ടത് അവനെയാണ്. തങ്കമയുടെ അച്ഛൻ ഇപ്പൊ പറഞ്ഞതൊരു ബുദ്ധിയാ. നീർക്കോലി ആകുമ്പോ പേടിക്കാതെ അടിക്കാം, മറ്റവനാണെങ്കിൽ തിരിഞ്ഞു കൊത്തും. വെളിച്ചപ്പാടെ, നാളെ നേരം വെളുക്കുമ്പോൾ അവന്റെ ശവം ചാവടി മുറ്റത്ത് കിടക്കണം. കൊലക്കുറ്റത്തിന് ശിവനെ പോലീസ് അറസ്റ്റ് ചെയ്യണം. എന്തൊരു ബുദ്ധി, എന്തൊരു ബുദ്ധി. ഒരു വെട്ടിക്ക് രണ്ട് പക്ഷി. ശിഷ്യൻ ചത്തും പോകും, ശിവൻ അകത്തും പോകും. എന്തൊക്കെയായാലും മുതലാളി മുതലാളി തന്നെയാണോ? വെളിച്ചപ്പാടെ, മനസ്സിലായി. ഞാൻ ആ വർഗീസിനെയും കൂട്ടുകാരെയും ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ജമാൽ, ജമാൽ, ശിവൻ സാറിനെ ആരെ കൂടി അടിക്കുന്നു? ശിവനോ? എവിടെ? ആ മൈതാനത്ത്. നമുക്കിനി ഒരു കാര്യം കൂടി ചെയ്യാൻ.
മുതലാളി 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 ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒന്ന് വേഗം വാ. മുതലാളിക്ക് കളി കാണാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതുണ്ടോ? വാ വാ. എന്നാലും അവനെ സമ്മതിക്കണം. ഇവന്മാരൊക്കെ കെട്ടിയിട്ട് പാഴ്സലായിട്ട് അയച്ചില്ലേ? ഇത് കണ്ട തിരിച്ചടി നന്നായിരിക്കുന്നു, എനിക്കിഷ്ടമായി. എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ ശത്രുപക്ഷത്താക്കിയിരിക്കുകയാണോ? ശ്രീദേവി വന്നത് നന്ദിനിക്കുട്ടിയെ കാണാനായിരിക്കും. അല്ല, ശിവൻ ചേട്ടനെ കാണാൻ. എന്താ, എനിക്ക് കാണാൻ വന്നൂടെ? പിന്നെന്താ, പക്ഷേ ശ്രീദേവിക്ക് വിഷമം തോന്നരുത്. നമ്മൾ രണ്ടുപേരും ജീവിതത്തിന്റെ രണ്ട് ധ്രുവങ്ങളിലാണ്. എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ടൈപ്പാണ് ഞാൻ. എന്നാ സ്വയം തീരുമാനിച്ചതല്ലേ? അത് മാത്രമല്ല, ശ്രീദേവി എന്നെ ഇഷ്ടമല്ലായിരിക്കും. ശ്രീദേവി ആരാണ് ഇഷ്ടപ്പെടാത്തത്? എന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമാണ്. എങ്കിൽ അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. മനസ്സിലാക്കിയെടുത്തോളം എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്? കാണാൻ. ഇതുവരെ എന്നെ കണ്ടിട്ടില്ലേ? എനിക്ക് നിന്നെ എത്ര കണ്ടാലും മതിയാവില്ല. എന്നാൽ അച്ഛനോട് പറഞ്ഞ് വേഗം നമ്മുടെ കല്യാണം നടത്താൻ പറയൂ. കൊള്ളാം. ശ്രീദേവിയുടെ കല്യാണം കഴിയുന്നവരെ ഈ കാര്യം പറഞ്ഞ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട. ഞാൻ പോട്ടെ, അമ്മ അന്വേഷിക്കും. കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും നന്ദിനിക്കുട്ടി എന്നും എന്റേതല്ലേ. ഞാനാ പറയണേ, പരസഹായം തങ്കപ്പനാ പറയണത്. ഇനി എന്തെങ്കിലും ഗുരുവായൂർ ഉണ്ടായി കഴിഞ്ഞാൽ പഴയതുപോലെ ആവൂല. എടാ കുരുതി കെട്ടില്ലേന്ന്. ആഹാ, ഉണ്ടാവുമ്പോ ഞങ്ങൾ നോക്കോളാം. കണ്ണീ കണ്ട അലവലാദികളുടെ വർത്താനം കേട്ട് വെറുതെ ആവത്ത് വിലക്ക് വാങ്ങിക്കരുത്. വാടോ ഇവിടെ. എന്നാ കൊല്ലി കേട്ടോ, മടിക്കണ്ട, ഒരു പരസഹായം ആവട്ടെ. കേട്ടാൽ കൈ കെട്ടടോ. പിന്നെ കെട്ടിയല്ല, പിന്നെ മാറിക്കോ. ഇവിടെ അല്ലേ? കയറെടുക്ക്, കയറെടുക്ക്. കൂടുതലായിട്ട് നിർത്താൻ. ജമാൽ, നിന്നോട് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അവനാ ഒന്നാം പ്രതി. എടോ നേതാവേ, എന്നെയാണെങ്കിൽ എന്റെ പേര് ശിവനെന്നാണ്. ഓഹോ, നിങ്ങളാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? കുഴപ്പങ്ങളും ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് വാസുവിന്റെ കുടിലാണ്. കെട്ടാനൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. സഹായം കുഴപ്പമാവുന്നത് എങ്ങനെ? അല്ലേ പരസഹായം? ആവോ, എന്റെ വകയാണ് ഈ സ്ഥലം. നിങ്ങളുടേതോ? ആണെങ്കിൽ രേഖ കാണുമല്ലോ. എവിടെ? അത് കാണാൻ താനാരാ? തഹസിൽദാരോ? അപ്പോ അല്ലെന്നർത്ഥം. വാസുവിന്റെയാണ് ഈ സ്ഥലം എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ രേഖയുണ്ടോ? അതില്ലെങ്കിലും വാസുവിന്റെ കുടിൽ പൊളിക്കാതിരിക്കാനുള്ള ഒരു രേഖയുണ്ട്. കോടതിയുടെ സ്റ്റേ ഉത്തരവ്. ഇതിന്റെ അവകാശ തർക്കം തീരുന്നതുവരെ ഇവിടെ മറ്റാരും കയ്യേറാൻ പാടില്ല. എന്താ ഇൻസ്പെക്ടർ, ശരിയല്ലേ? കോടതി സ്റ്റേയോ? എനിക്കെതിരെയോ? സൂക്ഷിച്ച് സംസാരിക്കണം, കോർട്ട് ലക്ഷ്യമാകും. ക്ഷമിക്കണം മുതലാളി, കോടതി ഉത്തരവിനെ എതിർക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. കമ്പനി ഉണ്ടാക്കാൻ ഈ പാവം വാസുവിന്റെ കുടിൽ പൊളിച്ചു മാറ്റിയ കാലത്ത് ഇവിടെ നിയമമില്ലായിരുന്നു അല്ലേ മുതലാളി? ഐ എം വെരി സോറി മിസ്റ്റർ ശിവൻ.